ഭാഗം 4. മറയൂരിൽ നിന്നും അടുത്ത ലക്ഷ്യസ്ഥാനമായ കണ്ണൻദേവൻ പ്ലാന്റേഷൻ ടീ മ്യൂസിയത്തിലേക്ക് പുറപ്പെട്ടു. 2004 ഏപ്രിൽ 1 മൂന്നാർ ടൗണിൽ ഈ വ്യവസായ ചരിത്ര മ്യൂസിയം ആരംഭിക്കുന്നത്. KDHPയുടെ നല്ലതണ്ണി എസ്റ്റേറ്റിൽ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. തേയിലക്കാടുകളുടെ ഇടയിൽ മനോഹരമായ ഒരു കെട്ടിടം. 1880 മൂന്നാറിൽ ആരംഭിച്ച തേയില കൃഷിയുടെ ചരിത്രം, തേയില വ്യവസായ ഇടുക്കിയുടെ അഭിവൃദ്ധിക്ക് കാരണമായ കഥ, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു പോന്ന കൗതുക വസ്തുക്കൾ, യന്ത്രസാമഗ്രികൾ, പഴയ ഫോട്ടോഗ്രാഫുകൾ, തേയിലപ്പൊടി ഉണ്ടാക്കുന്ന പഴയ ഉപകരണങ്ങൾ, ഇപ്പോൾ ഉണ്ടാക്കുന്ന രീതി, പലതരം തേയിലപ്പൊടികൾ എന്നിവ നമുക്ക് മ്യൂസിയത്തിൽ കാണാനാകും. എന്നിൽ കൗതുകം ഉണർത്തിയ കാഴ്ചകൾ ഞാൻ വിശദീകരിക്കാം. അവിടെ ഒരു സൺഡയലുണ്ട്. അത് 1913 തമിഴ്നാട് നസ്രത്തിൽ നിന്നും ആർട്ട് ഇൻഡസ്ട്രിയൽ സ്കൂൾ ഉണ്ടാക്കിയതാണ്. ആകാശത്തിലെ സൂര്യൻ്റെ നേരിട്ടുള്ള സൂര്യപ്രകാശം പ്രകാശിക്കുമ്പോൾ പകലിൻ്റെ സമയം പറയുന്ന ഉപകരണമാണ് സൺഡയൽ. സൂര്യനനുസരിച്ച് സൺഡയൽ ഉണ്ടാക്കുന്ന ഒരു നിഴലിനനുസരിച്ചാണ് സമയം മനസ്സിലാക്കുന്നത്. മൂന്നാറിൻ്റെ ചായ ചരിത്രം വിശദീകരിക്കുന്ന അരമണിക്കൂർ നീണ്ട ഒരു വീഡിയോ ഷോയും ഉണ്ട്. ഒരുപാട് അറിവുകൾ ആ വീഡിയോ തന്നെ നമുക്ക് പകർന്നു തരും. അവിടെ ഒരു ഫോട്ടോ ഉണ്ട്. 1920 ഹൈറേഞ്ച് ക്ലബിൽ നടന്ന ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ. അതിൽ കുറേ ഇംഗ്ലീഷുകാരും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന ഒരു ഫോട്ടോ. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ചായത്തോട്ടവും ചായത്തോട്ടത്തിലെ ഇംഗ്ലീഷുകാരൻ മുതലാളിയും. ആ സിനിമയിലെ പോലെ ശരിക്കുമുള്ള ആളുകളുടെ ഫോട്ടോ. എനിക്ക് കൗതുകം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ മൂന്നാറിൽ എത്താൻ നമുക്ക് കഷ്ടമാണ്. അപ്പോൾ അവരൊക്കെ അന്ന് അവിടെ എങ്ങനെ എത്തിപ്പെട്ടിട്ടുണ്ടാകും? എത്ര പാടുപെട്ടിട്ടുണ്ടാകും അവിടെ എത്താനും ജീവിതം തുടങ്ങാനും? അവരുടെ ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ, ഞങ്ങൾ മൂന്നാറിലായിരുന്നു എന്നൊക്കെ. ഒരു അത്ഭുതവും കൗതുകവുമാണ് ആ ഫോട്ടോ. കുണ്ട്ല വാലി റെയിൽവേ ലൈൻ എഞ്ചിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഫോട്ടോ ഉണ്ട്. GS ഗിൽ എന്ന എഞ്ചിനീയറും മറ്റ് സഹായികളുമുള്ള ഒരു ഫോട്ടോ. ആദ്യം റെയിൽ ലൈൻ മോണോ റെയിലായിരുന്നു, പിന്നീട് അത് ബൈലൈനായി മാറി. ആ റെയിലുമായി ബന്ധപ്പെട്ട നല്ല പഴയകാല ചിത്രങ്ങളും അവിടെയുണ്ട്. ഓരോ ഫോട്ടോയും ഓരോ ഓർമ്മക്കുറിപ്പാണ്. ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പുകൾ. ടോപ്പ് സ്റ്റേഷൻ മുതൽ കുണ്ട്ല വാലി വരെയുള്ള മെയിൻ റോഡിൻ്റെ ഒരു ദൂരക്കല്ല്. വൈസ്രോയ് മൂന്നാർ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മരനടിയിൽ ചിത്രം. ചെറിയ മൊട്ടക്കുന്നുകൾക്കിടയിൽ തടാകത്തിലെ മീൻ പിടിക്കുന്ന ചിത്രം. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ നിർമ്മാണ കാലഘട്ടത്തിൻ്റെ ചിത്രം. 1930 അവിടുത്തെ കുണ്ട്ലി ക്ലബ് അംഗങ്ങൾ ഒരു സൺഡേ മീറ്റ് നടത്തിയതിൻ്റെ ചിത്രം. അവർ എവിടെ പോയാലും സന്തോഷ സമയങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ സാക്ഷ്യമാണ് ആ ഫോട്ടോ. അങ്ങനെ അന്നത്തെ കാലത്തെ ജീവിതം കാണിക്കുന്ന നല്ല മനോഹരമായ ചിത്രങ്ങൾ. ആ ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോഗ്രാഫർ ആലോചിച്ചിരിക്കുമോ ആ ഫോട്ടോകൾ കാണാൻ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ ഉണ്ടാകുമെന്ന്? ടീ ഗ്രോയിങ് ഏരിയാസ് ഇൻ സൗത്ത് ഇന്ത്യ ഹൈറേഞ്ച് ടീസ്, ഇങ്ങനെ ഒരു ബോർഡ് അവിടെയുണ്ട്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തേയില വളരുന്ന ഹൈറേഞ്ചിനെ പറ്റിയിട്ടുള്ള അറിവ്, ഓരോ മലകളിലെയും തേയിലയുടെ പ്രത്യേകതകളും അവയുടെ പേരുകളും അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 30 വർഷം ഹൈറേഞ്ച് ക്ലബ്ബ് മെമ്പർമാരായിരുന്ന ഓഫീസർമാർ ഉപയോഗിച്ചിരുന്ന തൊപ്പി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പഴക്കമുള്ള തൊപ്പികളാണ്, ഒരു കേടും ഇല്ല. അവർ അവിടെ ജീവിച്ച വർഷവും പേരും തൊപ്പികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1880കളിൽ ചായത്തോട്ടം ഉണ്ടാക്കിയപ്പോൾ അന്ന് ചായപ്പൊടി നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തെ റൂഡിമെന്ററി ടീ റോളർ മുതൽ ഓട്ടോമേറ്റഡ് ടീ പ്രോസസ്സിംഗ് യൂണിറ്റ് വരെ ചായ വ്യവസായത്തിൻ്റെ കണക്കുകൾ കൂട്ടാൻ ഉപയോഗിച്ചിരുന്ന കാൽക്കുലേറ്റർ എന്നെ വളരെയധികം ആകർഷിച്ചു. ഇൻ്റർകോം, കാൽക്കുലേറ്റർ, ടൈപ്പ് റൈറ്റിംഗ് മുതലായവയും കാണാൻ സാധിക്കും.
പിന്നെ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് ഉണ്ട്, 100 ലൈൻ ടെലിഫോൺ എക്സ്ചേഞ്ച്. 1908 മുതൽ 1997 വരെ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാഗ്നറ്റോ ടെലിഫോൺ സിസ്റ്റമാണ്. ഇംഗ്ലണ്ടിൽ അത് സ്ഥാപിതമായ സമയത്തു തന്നെ കണ്ണൻ ദേവൻ ടീ കമ്പനി അത് ഇംഗ്ലണ്ടിൽ നിന്നും വരുത്തി കമ്പനിയുടെ പ്രൈവറ്റ് നെറ്റ്വർക്കായി സ്ഥാപിച്ചു. മൂന്നാറിലെ റീജിയണൽ ഓഫീസിൽ അതിൻ്റെ മെയിൻ എക്സ്ചേഞ്ച് 100 ലൈൻസ് വെച്ച് കണക്ട് ചെയ്തു. പിന്നീട് സബ് എക്സ്ചേഞ്ചുകൾ മാട്ടുപ്പെട്ടി, കുണ്ട്ലി, കണ്ണിമാലി, വാഗുവരായ്, മൂന്നാർ വർക്ക്ഷോപ്പ്, ജനറൽ ആശുപത്രി എന്നീ സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ ലൈനും പരസ്പരം കണക്ട് ചെയ്തും പ്ലഗ് റിമൂവ് ചെയ്തും ഒക്കെയാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. അതിനൊരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു. 1997 വരെ അത് പ്രവർത്തിച്ചിട്ടുണ്ട്. ചൈനയിൽ നിന്നും കൊണ്ടുവന്ന അസാധ്യമായ ചിത്രങ്ങളുള്ള വലിയ ഭരണികൾ അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാർ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന മരത്തിൻ്റെ ബാത്ത് ടബ്, കുക്കിംഗ് റേഞ്ച്, ക്ലാസിക് ഡിസൈനുള്ള അലമാരികളും നമുക്ക് കാണാൻ കഴിയും. ഇത്രയും വലിയ തേയിലത്തോട്ടമാക്കിയവർക്ക് വീടും മനോഹരമായി ഡിസൈൻ ചെയ്യാൻ കഴിയുമെന്ന് ഈ ചെറിയ കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ഓരോ തേയിലത്തോട്ടത്തിൽ നിന്നും വരുന്ന തേയിലയുടെ കണക്ക് എഴുതിയത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവർ ഇവിടെ നിന്നും പോകുമ്പോൾ പല കൗതുക വസ്തുക്കളും ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അതിൽ പലതും നമുക്കിവിടെ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. നമുക്കൊരു ടീ ഫാക്ടറിയുടെ അകത്തേക്ക് പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ മ്യൂസിയത്തിൽ നമുക്ക് അതിൻ്റെ ചെറിയൊരു മാതൃക കാണാൻ സാധിക്കും. 3 ഘട്ടങ്ങളായിട്ടാണ് ചായപ്പൊടി പ്രോസസ്സ് ചെയ്യുന്നത്. CTC, അതായത് ക്രഷിംഗ്, ടീറിങ്, കേളിങ്. 4 തവണ CTC ചെയ്യണം. അതിനുശേഷം ഫെർമെൻറ്റേഷന് വിടും, പുളിപ്പിക്കൽ. അതിന് മുന്നേ വരെ ചായയില മൈലാഞ്ചി ഇല പോലെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞ് വീണ്ടും ഇല ഉണക്കി പൊടിച്ച് വന്നത് അരിപ്പയിലൂടെ പല വലുപ്പത്തിലുള്ള പൊടികളായി മാറ്റിയെടുക്കും. അങ്ങനെ പല വലുപ്പത്തിലുള്ള പൊടികൾ പലതരത്തിലായി പാക്കിംഗ് ചെയ്ത് വിൽക്കപ്പെടും. ഓരോ മലയുടെ ഭാഗത്തുള്ള ചായയ്ക്കും ഓരോ രുചിയായിരിക്കും. ഉയരം കൂടുന്തോറും ചായയുടെ രുചി കൂടുന്നത് ഒരു സത്യമാണ്. മൂന്നാറുകാർ പറയുന്നത് ഏറ്റവും രുചിയുള്ള ചായ സൂര്യനെല്ലി ചായ ആണെന്നാണ്. ഇംഗ്ലീഷുകാരും ചായയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അവിടെ വെച്ച് കണ്ട് മൂന്നാറിൻ്റെ ഇന്നത്തെ മുന്നേറ്റത്തിന് കാരണമായ ചരിത്രത്തെ ഓർത്ത് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി.